ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാവലിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യാത്രാ വീഡിയോ അല്ല. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു നല്ലൊരു ക്യാമറ വാങ്ങാന്നുള്ളത്. അത് നമുക്കിന്ന് സാധിച്ചിരിക്കുകയാണ്. അതിൻ്റെ നിലവിലിപ്പോൾ നല്ല രീതിയിലുള്ളൊരു ക്യാമറ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ആക്ഷൻ ക്യാമറയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മുടെ ആക്ഷൻ ക്യാമറ. ഇതിൻ്റെ അത് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് Insta360 One ട്വിൻ എഡിഷനാണ്. ഇതാണ് ക്യാമറ വരുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിനാണ്. ഇത്തരം ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. 5.7K 360 ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന 4K വൈഡ് ആംഗിൾ ക്യാമറ. അതുപോലെ തന്നെ ഫോളോ സ്റ്റേറ്റ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് സ്റ്റെബിലൈസേഷനാണ്. പിന്നെ വാട്ടർ പ്രൂഫാണ്. 5 മീറ്റർ വരെ വാട്ടർ പ്രൂഫാണ്. അതേപോലെ തന്നെ ഇൻസിബിൾ സെൽഫി ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫോട്ടോ ട്രാക്ക്, വോയിസ് കൺട്രോള്, 8 സ്ലോ മോഷൻ, 4 സ്ലോ മോഷൻ, 360 HDR ഫോട്ടോ ആൻഡ് വീഡിയോ മോഡ്, നൈറ്റ് ഷോട്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു കോറ്, അതേപോലെ തന്നെ ഡുവൽ ലെൻസ് വരുന്നുണ്ട്, വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്, ബാറ്ററി ബേസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മൗണ്ടിങ് ബ്രാക്കറ്റ് വരുന്നുണ്ട്, ലെൻസ് ക്യാപ്പ് വരുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു ചാർജിങ് കേബിളാണ്. ഇത് നമുക്ക് അൺബോക്സ്. അപ്പോൾ ഓക്കെ, നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. ഇതിനകത്ത് എന്തെല്ലാം ഐറ്റംസാണ് വരുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ലെൻസ് വരുന്നുണ്ട്. അതിൻ്റെ കോറും ഒരുമിച്ചിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത് ഒരു വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ ഒരു ബാറ്ററി ബേസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ചെറിയ ബോക്സും കൂടെ കാണുന്നുണ്ട്. ഒരു മിനിറ്റ്, അത് നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ചാർജിങ് കേബിളാണ്. ഇതിൻ്റെ ഒരു C ടൈപ്പ് ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഈ സാധനമാണ്. ഇതാണ് ഇതിൻ്റെ ബ്രാക്കറ്റ്. വാട്ടർ പ്രൂഫ് ബ്രാക്കറ്റാണിത്. പിന്നെ വരുന്നത് നല്ലൊരു റബ്ബർ ഫിനിഷിംഗ് ഉള്ള ഒരു 360ൻ്റെ കവർ വരുന്നുണ്ട്. ഇത് വരുന്നത് ഒരു ക്യാമറ മൗണ്ടാണ്. പിന്നെ നമുക്ക് ഈ ബോക്സിൽ ഇതിൻ്റെ കാറ്റലോഗാണ്. പിന്നെ നമുക്ക് Insta360ൻ്റെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു ക്ലോത്ത് വരുന്നുണ്ട്. ലെൻസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്ലോത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വാറണ്ടി ഇത് വാറണ്ടി കാർഡാണ്. പിന്നെ സിലിക്ക, അത്രയേ ഉള്ളൂ. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് നമ്മൾ വൈഡ് ആംഗിൾ ലെൻസിന് വേണ്ടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ലെൻസ് 2 ഭാഗവും പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഈ ലെൻസിൻ്റെ ഒരു മോഡിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ശരിക്കും സേഫായി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ക്യാമറ എങ്ങനെ ഓൺ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ കോറെന്ന് പറയുന്ന സംഭവം. ഒരു സിംഗിൾ ലെൻസായിട്ട് ഒരു കോറാണ്. ഇതാണ് വൈഡ് ആംഗിൾ ലെൻസ്. ഇതൊന്നുമില്ല, സിമ്പിളാണ്. ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. നമുക്കൊരു സെൽഫി മോഡാണെങ്കിൽ ഈ ലെൻസും ഈ സ്ക്രീനും ഒരുമിച്ചിനാക്കാം. അത് നമ്മൾ ബാക്കിലേക്കാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇതിനെ നേരെ തിരിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയുള്ള സംഭവം. ഇതിന് നമുക്ക് ലെൻസ് പുറത്തും LCD ഉള്ളിലേക്ക് ആക്കിയെടുക്കാം. പിന്നെ അതേപോലെ തന്നെ വൈഡ് ആംഗിൾ 360 ആണെങ്കിലും സെയിമാണ്. ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഇതൊന്ന് ലെൻസ് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ബാറ്ററി ബേസ്. ഇതിൻ്റെ ലോക്കിന് കണക്കായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഇതാണ് ക്യാമറ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെമ്മറി സ്ലോട്ട് ഇവിടെയാണ് വരുന്നത്. മെമ്മറി കാർഡ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ മെമ്മറി കാർഡ് ഒരു C ടൈപ്പ് ചാർജിങ് പോർട്ടും ഉണ്ട്. മെമ്മറി കാർഡ് നമുക്ക് ആഡ് ചെയ്യാം. മെമ്മറി കാർഡ് മൈക്രോ മെമ്മറി കാർഡാണ്. ഞാനൊരു സാൻഡിക്സിൻ്റെ ഒരു മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്.
മെമ്മറി കാർഡ് നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നോളൂ. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തേക്കും വരും. ഓക്കെ, ഇതിൻ്റെ കേപ്പടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത് ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. ഇത് റെക്കോർഡ് ബട്ടണും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓണായി കഴിഞ്ഞിട്ടുണ്ട്. ഓണായി കഴിഞ്ഞാൽ തന്നെ ആദ്യം ഭാഷ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട്. ഇംഗ്ലീഷ്, അത് നമുക്ക് ഇംഗ്ലീഷ്. ഇതിൻ്റെ അകത്ത് കുറേ ഭാഷകളുണ്ട്. അതിന് നമുക്ക് ഇംഗ്ലീഷാണ് കുറച്ചുകൂടി എളുപ്പം. ഇംഗ്ലീഷ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സെൽഫി മോഡാണിത് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓപ്ഷൻസാണ്. ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഉണ്ട്, ലോക്ക്, സ്ക്രീനിൻ്റെ ലോക്കാണത്. പിന്നെ ഇത് ലൈറ്റ്, ഇതിപ്പോൾ വെച്ചാൽ ടൂൺ ഓഫ് ദ ഫ്രണ്ട് ഓഫ് റിയർ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ. ഇത് കാണിക്കുന്നത് എന്താ വെച്ചാൽ പ്ലീസ് പ്രസ് ദ ബട്ടൺ ഓൺ ദ എയർപോഡ്. അത് എയർപോഡായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇപ്പുറത്താണ് നമ്മളെ വീഡിയോ മോഡ് കാണിക്കുന്നത്. ഇത് സെറ്റിങ്സാണ് ഇതിൻ്റെ. ബ്ലൂടൂത്ത്, റിമോട്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിനോട് ബാക്കിയെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇനി അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഇതുകൊണ്ടായിരിക്കും നമ്മൾ എല്ലാ വീഡിയോയും ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഫുട്ടേജും കാര്യങ്ങളും ഇനി അടുത്ത വീഡിയോയിൽ എല്ലാ വീഡിയോയും ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓളം നിവർത്തിയാൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.